ഹലോ, ഡോക്ടർ മിനി PG, സ്പെഷ്യലിസ്റ്റ് ഗൈനക്കോളജിസ്റ്റ്, അൽറുക്കൻ മെഡിക്കൽ സെൻറ്റർ, അജ്മാൻ. ഇന്ന് നമുക്ക് ഏർലി മെനാർക്കി എന്ന വിഷയത്തെപ്പറ്റി നോക്കാം. സാധാരണ രീതിയിൽ ഒരു പെൺകുട്ടി മെൻസ്ട്രുവേഷൻ ആരംഭിക്കുന്നത് 11 മുതൽ 14 വയസ്സ് വരെയുള്ള സമയത്താണ്. എന്നാൽ ചില അവസരങ്ങളിൽ അതിനു മുമ്പ് തന്നെ, ഒരു 10 വയസ്സിന് മുമ്പ് തന്നെയൊക്കെ മെൻസ്ട്രുവേഷൻ ആരംഭിക്കാറുണ്ട്. അപ്പോൾ ഇതിനുള്ള കാരണങ്ങളെന്ന് എടുത്തു നോക്കുമ്പോൾ എൻവയോൺമെൻ്റൽ ഫാക്ടേഴ്സ് വരാം, പിന്നെ ഫുഡ് ഹാബിറ്റ്സ്, എക്സസൈസ് ഇല്ലായ്മ, ഇതെല്ലാം ഇതിന് കാരണമാകാറുണ്ട്. പിന്നെ ചിലപ്പോൾ ഹെറിഡിറ്ററി ഫാക്ടേഴ്സും വരാറുണ്ട്. മദറിനോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനോ ഒക്കെ ഏർലി ആയിട്ട് മെൻസസ് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരാറുണ്ട്. പിന്നെ ബോഡി വെയിറ്റ് പെട്ടെന്ന് കൂടുന്നത്, തീരെ എക്സസൈസ് ചെയ്യാതെ സെഡൻറ്ററി ആയിട്ട് ഇരുന്നിട്ടുള്ള വർക്ക്, പിന്നെ കൂടുതലായിട്ട് ഈ സ്ക്രീൻ ഉപയോഗിക്കുന്നത്, കമ്പ്യൂട്ടറും അല്ലെങ്കിൽ ഫോണും എല്ലാം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, ഭക്ഷണത്തിലുള്ള ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലായിട്ട് ഉള്ള ഭക്ഷണം, കൂടുതലായിട്ട് സ്വീറ്റ്സും എല്ലാം കൂടുതലായിട്ട് കഴിക്കുന്നത്, ഇതെല്ലാം കൊണ്ട് ഏർലി മെനാർക്കി ആകാറുണ്ട്. പിന്നെ ചിലപ്പോൾ ചില ഹോർമോണൽ വേരിയേഷൻസ്, ഓവറിയിലോ ബ്രസ്റ്റിലോ ഉള്ള ട്യൂമേഴ്സ് എല്ലാം ഇതിന് കാരണമാകാറുണ്ട്. അപ്പോൾ സാധാരണ ഒരു പെൺകുട്ടിക്ക് 8 വയസ്സിന് ശേഷമേ ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റിന് ശേഷം ആക്സിലയിലും പ്യൂബിക് ഏരിയയിലും ഹെയർ ഡെവലപ്മെൻറ്റ് വരും. അത് കഴിഞ്ഞിട്ടാണ് മെൻസസ് ആവുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു 11 വയസ്സ് ആകുമ്പോഴത്തേക്ക് മെൻസ്ട്രുവേഷൻ വരാൻ പാടുള്ളൂ. പക്ഷെ അതിനു മുമ്പ് വരികയാണെങ്കിൽ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പെൺകുട്ടികളെ വളർത്തുന്ന അമ്മമാരെ പ്രത്യേകിച്ചും ഇങ്ങനത്തെ ചേഞ്ചസ്, ഈ സെക്കൻഡറി സെക്ഷൽ ഡെവലപ്മെൻറ്റ് വരുന്നുണ്ടെങ്കിൽ, കുട്ടിക്ക് പെട്ടെന്ന് ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് വരിക, ഹെയർ ഗ്രോത്ത് വരിക, അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഏർലി ആയിട്ട് മെൻസസ് ആയി കഴിഞ്ഞാൽ കുട്ടിയുടെ ഹൈറ്റ് കുറഞ്ഞു പോകും, പിന്നെ കുട്ടി വളരില്ല. അപ്പോൾ ഒരു ഒപ്റ്റിമം ഹൈറ്റ് കുട്ടിക്ക് കിട്ടില്ല. അങ്ങനെ ഹൈറ്റ് കുറയണ ഒരു ബുദ്ധിമുട്ട് വരാറുണ്ട്. പിന്നെ ലേറ്റർ ഓൺ കുട്ടിക്ക് പോളിസിസ്റ്റിക് ഓവറി വരാനും പിന്നെ ടൈപ്പ് 2 ഡയബറ്റീസ് വരാനും ഉള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലങ്ങളും എല്ലാം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ചേഞ്ചസ് ഏർലി ആയിട്ട് തന്നെ ഡെവലപ്മെൻറ്റൽ ചേഞ്ചസും കുട്ടിക്ക് വരികയാണെങ്കിൽ ഒരു ഡോക്ടറെ കാണിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നോക്കേണ്ടതുണ്ട്. ഇപ്പം അങ്ങനെ ഏർലി മെൻസസ് വന്നു കഴിഞ്ഞാലും ആ മെൻസസ് നിർത്തി വെക്കാനുള്ള മരുന്നുകളോ ഇഞ്ചക്ഷൻ എല്ലാം ഉണ്ട്. അങ്ങനെ ചെയ്തിട്ട് ഈ കുട്ടിക്ക് കറക്റ്റ് ഹൈറ്റ് അറ്റൈൻ ചെയ്യേണ്ടത് ഒരു കാര്യമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഏർലി മെനാർക്കി വരാതിരിക്കാനുള്ള തടയാനുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അത് ചെയ്യുമായിരിക്കും ഏറ്റവും നല്ലത്.